ബോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാമെന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. DXP to TRV. Please welcome Mr. Tawfiq in the combox for the match number 6. Yes. പ്ലാവ്, അക്കേഷ്യ, Time for another fight. വയലറ്റ്, നാടൻ തേക്ക്, കൂപ്പുതേക്ക് തുടങ്ങിയ തടികൾ ആവശ്യാനുസരണം Golden Eagles versus Green Barriers. Golden Eagles on the fielding session. Eagle Barriers on the batting session. Winning teams are into the middle. So it's welcome Mr. Tawfiq in the combox for the match number 6. Hi. Vinu Tattoo Studio and Academy ആണ്. ഞങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയ 40% ഓഫർ അടുത്ത മാസം 26 നടന്നുകൊണ്ടിരിക്കുകയാണ്. Golden Eagles ചുള്ളിമനൂർ versus Green Barriers. ആദ്യ ബോൾ തന്നെ ആദ്യ പ്രഹരം. ആദ്യ ബോളിൽ 6 റൺസ്. സച്ചിയുടെ ബാറ്റിൽ നിന്നും ആദ്യ ബോളിൽ ആദ്യ പ്രഹരം 6 റൺസിൽ കടക്കുമ്പോൾ ഒരു ഡോട്ട് ബോൾ. ജിതിൻ ഷയുടെ ഇന്നിംഗ്സിലെ ആദ്യ ബോൾ തന്നെ 6 പടത്തിക്കൊണ്ട് സച്ചി അർഷക്കൻ തുടങ്ങിയപ്പോൾ രണ്ടാം ബോൾ ഡോട്ട് ബോളിൽ കലാശിച്ചുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് ജിതിൻ ഷാ. ഒരു മികച്ച ക്രിക്കറ്റ് ഷോട്ട്. തീർച്ചയായും ഒരു മികച്ച ക്രിക്കറ്റ് ഡെലിവറി, മികച്ചൊരു ബോൾ, അതിന് സർവ്വ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് സച്ചിൻ അർഷക്കിന്റെ ഒരു മികച്ച ഷോട്ട്. മൂന്നാമത് ബോളും 6 പടത്തിക്കൊണ്ട് സ്കോർ ബോർഡിൽ ആദ്യ ഓവറിന്റെ 3 ബോളുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഗ്രീൻ വാരിയേഴ്സ് 12-0. സൂപ്പർ ഷോട്ട്. തീർച്ചയായും 36 ബോളുകൾ അവസാനിക്കുന്ന ഒരു ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ തുടങ്ങിയ 4 ബോളുകൾ 6 പടത്തി എതിർ ടീമിനെ വളരെ സമ്മർദ്ദത്തിൽ ആൾപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ഓപ്പണർ സച്ചിൻ ആർഷിക്കിന്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം. നേരിട്ട ആദ്യ 4 ബോളുകളിൽ നിന്നും 18 റൺസുകൾ സ്കോർ ചെയ്തുകൊണ്ട് ഗ്രീൻ വാരിയേഴ്സിന്റെ ഓപ്പണർ സ്ട്രൈക്കിൽ തുടരുന്നു. മികച്ചൊരു തിരിച്ചുവരവ് ശ്രമം ഇതാ അടിച്ചു പൊങ്ങിയപ്പോൾ മമ്മൂന്റെ കൈകളിലേക്ക് മികച്ചൊരു വിക്കറ്റ്. ആദ്യ 3 ബോളുകൾ 6 പകർത്തിയ ബാറ്റ്സ്മാനെ തിരിച്ചു പവനിലേക്ക് മടക്കിയേക്കുന്നു. ആദ്യ ഓവറിലെ 5 ബോളുകൾ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ 18-1. New batsman Lal Krishna on the strike. മികച്ച ഷോട്ട്. ആദ്യ ഓവറിലെ 6ാം ബോളും 6 പായിച്ചുകൊണ്ട് ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് 24-1. ഒരു കാലഘട്ടം ടെന്നീസ് ക്രിക്കറ്റിന്റെ രാജാക്കന്മാരായി ഈ നാട് വിറപ്പിച്ച നെടുമങ്ങാട് ചുള്ളിമാനൂരിന്റെ ചാമ്പ്യൻ ടീമായ ഗോൾഡൻ ഈഗിൾ ഈ കാലഘട്ടം മുന്ന ടെന്നീസ് ക്രിക്കറ്റിൽ എക്കാലവും ഇവിടെയും തെക്കൻ കേരളത്തിൽ അടയാളപ്പെടുത്തുവാൻ പറയുന്ന ക്രിക്കറ്റ് മാമാങ്ക മൈതാനങ്ങളിൽ തന്റേതായ മാറ്റുരച്ച ഗോൾഡൻ ഈഗിൾ മാറ്റുരയ്ക്കുന്ന ഒരു കാഴ്ച.
മികച്ചൊരു ബോൾ, അത് ഡോട്ട് ബോൾ കലാശിക്കുന്നു. സുബിന്റെ ആദ്യ ബോൾ ഡോട്ട് ബോൾ. രണ്ടാം ബോൾ ഒരു സിംഗിൾ റൺസ് കലാശിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഗ്രീൻ വാരിയേഴ്സ് 25-1. 1.2 ഓവറുകൾ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് 25-1. ഒരു സൂപ്പർ ഷോട്ട്, അതൊരു 6 റൺസിൽ കലാശിക്കുന്നു. അനിവാര്യമായ ഒരു റൺസ്. ആദ്യ 2 ബോളുകൾ കിട്ടാത്ത ആ ഒരു റൺസിനെ മൂന്നാം ബാളിൽ പിന്തുടർന്നുകൊണ്ട് ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡ് 31-1. മികച്ചൊരു ഫീൽഡിംഗ്, അതൊരു മിസ് ഫീൽഡായി മാറുന്നു. വീണ്ടും സ്കോർ ബോർഡിലേക്ക് 4 റൺസുകൾ കൂടി കൂടിച്ചേർക്കുന്നു. 1.4 ഓവറുകൾ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് 35-1. തീർച്ചയായും ഒരു 6 റൺസ്. 4 ബോളുകൾ 22 റൺസുമായി ലാൽകൃഷ്ണ നേരിട്ട 4 ബോളുകളും അതിർത്തി കടത്തി എതിരാളികളുടെ മനസ്സിൽ ഭയം സൃഷ്ടിച്ചുകൊണ്ട് ലാൽകൃഷ്ണയുടെ ഒരു മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ വാരിയേഴ്സിന്റെ. സൂപ്പർ ഷോട്ട് ലാൽകൃഷ്ണയുടെ ഒരു ഷോട്ടിലൂടെ 47 റൺസിലേക്ക് മുന്നേറുന്നു ഗ്രീൻ വാരിയേഴ്സ്. തുച്ഛമായ സംവിധാനത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റാണ് ഈ 6 ഓവർ ക്രിക്കറ്റ് മത്സരങ്ങൾ. മാക്സിമം ബോളുകളിൽ നിന്ന് മാക്സിമം റൺസ് അടിക്കുന്ന രീതിയിലേക്ക് മുന്നേറുന്ന കാഴ്ചയിൽ ലാൽകൃഷ്ണ 5 ബോൾ 28 റൺസുമായി സ്ട്രൈക്കിൽ. ന്യൂ ബോളർ തൗസിഫ്, ഗോൾഡൻ ഈഗിൾ ചുള്ളിമാനൂരിന്റെ എക്കാലവും മികച്ച ഓൾറൗണ്ടർ തൗസിഫ്, മീഡിയം പേസ് ബോളറും ഓപ്പണർ ബാറ്റ്സ്മാനുമായ തൗസിഫ്. വീണ്ടും ഒരു സിംഗിൾ റൺസ് കൂടെ കൂടിച്ചേർക്കുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡ് 48-1. ലാൽകൃഷ്ണയുടെ മികച്ചൊരു ഷോട്ട്, വീണ്ടും ഒരു ബൗണ്ടറി. 6 ബോളുകൾ 32 റൺസ്. നേരിട്ട 6 ബോളുകൾ 32 റൺസുമായി ലാൽകൃഷ്ണ ഗ്രീൻ വാരിയേഴ്സിനെ സ്വന്തം നെഞ്ചിലേക്കേറ്റി മുന്നേറുന്നൊരു കാഴ്ച. തൗസിഫിന്റെ മികച്ചൊരു ബോള്, അതിർത്തി കടത്തുള്ള ശ്രമം, അതൊരു ക്യാച്ച് കലാശിക്കുന്നു. ബ്രേക്ക് ത്രൂ, ടീമിന് ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്നു തൗസിഫ്. ചുള്ളിമാനൂരിന്റെ തൗസിഫ് ഗോൾഡൻ ഈഗിൾ ഒരു ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്നു. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ലാൽകൃഷ്ണയെ തിരിച്ചയച്ചുകൊണ്ട് തൗസിഫ് ഒരു ബ്രേക്ക് ത്രൂ ടീമിന് സമ്മാനിക്കുന്നു. ന്യൂ ബാറ്റ്സ്മാൻ രാഹുൽ, മികച്ചൊരു ക്യാച്ച് എടുത്ത രാഹുലാണ് ന്യൂ ബാറ്റ്സ്മാൻ. അഭിജിത്ത് ന്യൂ ബാറ്റ്സ്മാൻ അഭിജിത്ത്. മികച്ച ഡെലിവറി. ഏത് സമ്മർദ്ദഘട്ടം വന്നാലും ഗോൾഡൻ ഈഗിൾസ് ചൂസ് ചെയ്യുന്ന ഒരു ബൗളർ കം ദ ബാറ്ററാണ് തൗസിഫ്. മികച്ചൊരു ഡെലിവറി, വൈഡ് ബോൾ, ഒരു എക്സ്ട്രാ റൺസ് കൂടി സ്കോർ ബോർഡിൽ ചേരുമ്പോൾ 2.4 ഓവർ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ 53-2. വീണ്ടും ഒരു സൂപ്പർ ഷോട്ട്, അതും ഒരു ക്യാച്ച്. വീണ്ടും 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 ബ്രേക്ക് ത്രൂ
സമ്മാനിക്കുവാൻ വേണ്ടി ഒരു കീ ബൗളറിന്റെ പൊസിഷനിൽ തൗസിഫ് കഴിഞ്ഞ ആദ്യ മത്സരത്തിൽ ഓപ്പണിംഗിൽ മികച്ച ഷോട്ടുകൾ സമ്മാനിച്ച് ടീമിനെ വിജയിപ്പിച്ച തൗസിഫ് ഷെഫീഖ് ജോഡിയിലെ തൗസിഫിന്റെ മികച്ച ഒരു ബ്രേക്ക് ത്രൂ പോയിന്റ് ഇതാ വീണ്ടും ഒരു വിക്കറ്റ് സമ്മാനിക്കുന്നു ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന്. ന്യൂ ബാറ്റ്സ്മാൻ വിജിൻ 2.5 ഓവർ പിന്നിടുമ്പോൾ 53-3. മികച്ചൊരു ഷോട്ടിന് ശ്രമം, ഒരു സിംഗിൾ റൺസ് കലാശിക്കുന്നു. 3 ഓവറുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ 54 റൺസിന് 3 വിക്കറ്റ്. തുടക്കത്തിൽ മികച്ചൊരു തുടക്കം ലഭിച്ചുകൊണ്ട് തന്നെയാണ് ഗ്രീൻ വാരിയേഴ്സ് ഈ മത്സരത്തിൽ കടന്നു വന്നത്. എന്നാൽ മൂന്നാമത്തെ ഓവർ കീ ഓവറിലെ തൗസിഫിന്റെ മികച്ച 2 വിക്കറ്റുകളാണ് ഗ്രീൻ വേഴ്സിനെ ഈ ഒരു മത്സരത്തിൽ കുറച്ചെങ്കിലും പിന്നോട്ട് നീക്കിയത്. എന്നാൽ ബാക്കിയുള്ള 3 ഓവറുകൾ തീർച്ചയായും അടിച്ചു മുന്നേറിക്കൊണ്ട് വലിയൊരു ടോട്ടൽ സമ്മാനിക്കുവാൻ കഴിവുള്ള ടീമാണ് ഗ്രീൻ വാരിയേഴ്സ്. ആദ്യ ബോളിൽ വിജിൻ എന്ന് പറയുന്ന ഒരു മുന്നണി പോരാളിയെ കൂടി തിരിച്ചു മടക്കിക്കൊണ്ട് ഗോൾഡൻ ഈഗിൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മത്സരങ്ങളിൽ തിരിച്ചു വരുവാൻ കഴിവുള്ള ഒരു ടീമാണെന്ന് വീണ്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മത്സരം ഇതാ നമ്മൾ കാഴ്ചക്കാരായി കണ്ടുകൊണ്ടിരിക്കുന്നു. ന്യൂ ബാറ്റ്സ്മാൻ ബിസ്മിയർ .1 ഓവർ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് 54-4. ആദ്യ ഓവറിൽ കിട്ടിയ തുടക്കം നിസ്സംശയം നഷ്ടപ്പെടുത്തിയ ഒരു അവസ്ഥ. വീണ്ടും മികച്ച ഡെലിവറി. തീർച്ചയായും മൂന്നാമത്തെ ഓവർ മുതൽ ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന്റെ ഒരു തിരിച്ചുവരവാണ് ഈ മത്സരത്തിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. മമ്മൂന്റെ കരങ്ങളിൽ കിട്ടിയ ആ ക്യാച്ചിനു ശേഷം തൗസിഫിന്റെ മൂന്നാമത്തെ ഓവറിലെ മികച്ച 2 വിക്കറ്റുകൾക്ക് ശേഷം ഗോൾഡൻ ഈഗിൾസിന്റെ തിരിച്ചുവരവാണ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ, മികച്ച ഡോട്ട് ബോൾ. .3 ഓവറുകൾ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന് 55-4. നോ ബോൾ. അമ്പയർ ഡിസിഷൻ നോ ബോൾ ആണ്. ഫ്രീ ഹിറ്റ് ആണ്. തീർച്ചയായും ഈ കുട്ടി ക്രിക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ഫ്രീ ഹിറ്റ് ഡിസിഷനാണ്. അത് മുതലാക്കാൻ കഴിയുന്നില്ല. അതൊരു സിംഗിൾ റൺസിലേക്ക് മാത്രം കലാശിക്കുന്നു. മികച്ചൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രാഹുൽ ഗോൾഡൻ ഈഗിളിന് വേണ്ടി എറിഞ്ഞ 5 ബോളുകൾ 4 ബോളുകൾ 4 ബോളിൽ 2 റൺസ് മാത്രം കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു ഗുഡ് ബൗളിംഗ് പെർഫോമൻസ്. സിംഗിൾ റൺസ്. .5 ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഗ്രീൻ വാരിയേഴ്സ് 58-4. ഒരു കിടുക്കാച്ച് ഷോട്ട്. അതൊരു 6 റൺസിൽ കലാശിക്കുമ്പോൾ ഓവർ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 4 ഓവറുകൾ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് 64-4. തുച്ഛമായ 12 ബോളുകൾ
2 ഓവറുകൾ ബാക്കി നിൽക്കെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ വലിയൊരു ക്യൂറ്റൻ സ്കോറിലേക്ക് കടക്കുവാൻ ഇനിയും ഗ്രീൻ വാരിയേഴ്സിന് നല്ല അടിമറികൾ സമ്മാനിക്കുവാൻ കഴിവുള്ള ഷോട്ടുകൾ ഉയർത്താൻ വേണം. വീണ്ടും മൂന്നാമത്തെ ഓവറിൽ ഒരു ബ്രേക്ക് ത്രൂ സമ്മാനിച്ച തൗസിഫ് 2ാം ഓവർ ബൗൾ ചെയ്യാൻ എത്തുന്നു. അതൊരു 4 റൺസിലേക്ക് കിടക്കുന്നു. അതേപോലെ തന്നെ തീർച്ചയായും ഈ മത്സരത്തിലെ 3ാം ഓവർ ഒരു കീ ഓവർ ബൗൾ ചെയ്ത് 2 വിക്കറ്റുകൾ നേടിയ ബോളറാണ് തൗസിഫ്. ആദ്യ ഓവറിൽ 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഓൾറൗണ്ടറിംഗ് പെർഫോമൻസ് ആണ് തൗസിഫ് കാഴ്ചവെച്ചത്. മികച്ചൊരു ഷോട്ടിന്റെ ശ്രമം, അതൊരു 6 റൺസിൽ കലാശിക്കുന്നു. വീണ്ടും ഒരു നേരിട്ട ആദ്യ 2 ബോളുകൾ, ആദ്യ ബോൾ 4 റൺസും 2ാം ബോൾ 6 റൺസിലും കലാശിക്കുന്ന ഒരു മികച്ച പ്രകടനമായി കണ്ണൻ സഹാറ മത്സരം നെടും തൂണായി മുന്നേറുന്നൊരു കാഴ്ച ഗ്രീൻ വാരിയേഴ്സിന്റെ. വീണ്ടും ഒരു മികച്ച ഷോട്ടിന് ശ്രമം, അതൊരു നോ ബോൾ. വീണ്ടും ഒരു ഫ്രീ ഹിറ്റ്. ഫ്രീ ഹിറ്റിന്റെ ചാൻസ് മുതലാക്കാൻ കഴിയുന്നില്ല. ഒരു റൺസിൽ അവസാനിക്കുന്നു. 4.3 ഓവർ പിന്നിടുമ്പോൾ 76-4 ഗ്രീൻ വാരിയേഴ്സ്. റൺഔട്ട് ചാൻസ് ഡയറക്റ്റായിട്ട് എറിയാൻ പറ്റിയൊരു അവസരമായിരുന്നു, അത് നഷ്ടപ്പെടുത്തുന്നു ഗോൾഡൻ ഈഗിൾ. 4.4 ഓവർ പിന്നിടുമ്പോൾ 77-4 ഗ്രീൻ വാരിയേഴ്സ്. മികച്ചൊരു ബോളിംഗ് പ്രകടനം, അതൊരു നല്ല ബില്ലിൽ കിടക്കുന്നു. അമ്പയർ ഡിസിഷൻ പെൻഡിംഗ്. അമ്പയർ ഡിസിഷൻ പെൻഡിംഗ്. റിവ്യൂയിലേക്ക് പോകുന്നു. തീർച്ചയായും ഇത് എന്തുകൊണ്ടും ഗോൾഡൻ ഈഗിൾസിന് ആശ്വാസജനകമായ റിവ്യൂയിലേക്ക് പോകുന്നു. അമ്പയർ ഡിസിഷൻ റിവ്യൂയിലേക്ക് പോകുന്നു. തീർച്ചയായും 4ാമത്തെ ഓവറിലെ നിസ്സംശയം പറയാം ഒരു കീ ഓവർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഈ ഓവറിലെ ഒരു മികച്ച ഡെലിവറി, അത് 4.4 ഓവറിലൊരു മികച്ച വിക്കറ്റാണ്. അതൊരു അമ്പയർ ഡിസിഷൻ റിവ്യൂയിലേക്ക് പോകുന്നു. ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ ടൂർണമെന്റ് ട്രോഫി സമ്മാനിക്കുന്നത് നവാസ് മഞ്ഞക്കിളി. ഈ മത്സരത്തിലെ ബെസ്റ്റ് ബാറ്ററിന് വേണ്ടിയുള്ള ട്രോഫി സമ്മാനിക്കുന്നത് റോയൽ ജിം വെഞ്ഞാറമൂട്. ബെസ്റ്റ് ബൗളറെ കാത്തിരിക്കുന്നത് ജോർഡൻ ബോയ്സ് ആറ്റിങ്ങൽ റോഡ്. എമർജിംഗ് പ്ലെയർ ട്രോഫി സമ്മാനിക്കുന്നത് ഡോക്ടർ ഡിറ്റോ. ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ട്രോഫി സമ്മാനിക്കുന്നത് നൊബൽ കാറ്ററിംഗ് സർവീസ് അബുദാബി. പാർട്ടിസിപ്പേഷൻ ട്രോഫി സമ്മാനിക്കുന്നത് സിറ്റി ലൈറ്റ് വെഞ്ഞാറമൂട്. മാൻ ഓഫ് ദ മാച്ച് ട്രോഫികൾ സമ്മാനിക്കുന്നത് മറിയം ലൈഫ് കെയർ പനവൂർ. 1ാം സമ്മാന ട്രോഫി സമ്മാനിക്കുന്നത് ജയകുമാർ ആലന്തറ. ഈ മത്സരത്തിന്റെ സ്പെഷ്യൽ സ്പോൺസേഴ്സ്, അവർ മെയിൻ സ്പോൺസേഴ്സ്, ഫസ്റ്റ് ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ അലിഫ് എന്റർപ്രൈസസ്. സെക്കൻഡ് പ്രൈസ് ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽ സഫാജ് ഹോട്ടൽ കീഴായിക്കോണം. തേർഡ് പ്രൈസ് ആൻഡ് ഫോർത്ത് പ്രൈസ് ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ അംജാസ് തേമ്പക്കല.
മനോഹരമായ ഷോട്ട്. ആദ്യ ഓവറിൽ താൻ പിടിച്ചെടുത്ത ആ റൺസുകളൊക്കെയും തിരിച്ചെടുത്തുകൊണ്ട് ഗ്രീൻ വാരിയേഴ്സിന്റെ പ്ലേയേഴ്സ് തൗസിഫിന് സ്നേഹ സമ്മാനം നൽകിയപ്പോൾ 5 ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 83-5 ഗ്രീൻ വാരിയേഴ്സ്. നിശ്ചിത 1 ഓവർ മാത്രം ബാക്കി നിൽക്കെ 3 സംഖ്യ കടക്കാൻ 17 റൺസുകൾ നിസ്സംശയം ഗ്രീൻ വാരിയേഴ്സ് നേടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ന്യൂ ബോളർ, യങ് പ്ലെയർ ആൻഡ് യങ് ബോയ്. തീർച്ചയായും ക്രിക്കറ്റുകളിലെ പ്രായ വ്യത്യാസമിനി കളിക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരം. ആൻസിലിന്റെ ആദ്യ ബോൾ മികച്ചൊരു ഡെലിവറി. അതൊരു എക്സ്ട്രാ റൺസിലേക്ക് കടക്കുമ്പോൾ സ്കോർ ബോർഡിൽ വൈഡിൽ 1 റൺസ് കൂടി ലഭിക്കുന്നു ഗ്രീൻ വാരിയേഴ്സിന്. 84-4. വീണ്ടും മികച്ച ഡെലിവറി. അതൊരു റൺഔട്ട് ചാൻസ്. 2 സ്ഥലങ്ങളിലായി റൺഔട്ടിന് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ അതും ഒരു വൈഡ് ഡെലിവറിയാണ്. ആംബർ ഡിസിഷൻ വിക്കറ്റ് റൺഔട്ടിലേക്ക് സമ്മാനിക്കുന്നു. 1 ബോൾ പോലും പൂർത്തീകരിക്കുന്നില്ല 6ാമത്തെ ഓവറിൽ. എന്നാൽ കൂടി 1 വിക്കറ്റ് കൂടി ലഭിക്കുന്നു ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന്. ഇമ്പാക്ട് പ്ലെയർ ബിനു. ഇമ്പാക്ട് പ്ലെയർ ബിനു. ആദ്യ ഇന്നിംഗ്സിലെ അവസാന ഓവർ പുരോഗമിക്കുന്നു. മികച്ചൊരു ബോളിംഗ് പ്രകടനം. കീപ്പറിന് ഈസിയായി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അവസരം നഷ്ടപ്പെടുത്തുന്നു. വീണ്ടും ഒരു ലൈഫ് കൂടി ബാറ്റ്സ്മാൻ ലഭിക്കുമ്പോൾ സ്കോർ ബോർഡ് 5 പോയിന്റ് 1 ഓവർ പിന്നിടുമ്പോൾ 86-5. വീണ്ടും ഒരു എക്സ്ട്രാ റൺസ്. ആൻസിലിന്റെ ആദ്യ 3 ബോളുകൾ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അപ്കമിംഗ് എമർജിംഗ് പ്ലെയർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബോളർ. മികച്ചൊരു ബോളിംഗ് പ്രകടനം ആൻസിലിന്റെ. അതൊരു സിംഗിൾ റൺസ്. അഞ്ച് പോയിന്റ് 2 ഓവറുകൾ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ 88-5. വീണ്ടും ഒരു മികച്ച ബോളിംഗ്. ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് എറിഞ്ഞ ഒരു ബോൾ. അവസാന ഓവറുകൾ ഡെത്ത് ഓവറുകളാണ്. ഡെത്ത് ഓവറുകളിൽ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ കഴിവുള്ള ഒരു ബൗളറാണ് അൽ അൻസിലിന്റെ ആദ്യ 3 ബോളുകൾ എക്സ്ട്രാ വൈഡ് ആണെങ്കിൽ കൂടിയും സിക്സറുകൾ കൊടുക്കാതെ ബൗൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം. വീണ്ടും ഒരു മികച്ച ഡെലിവറി, അതും വൈഡാണ്. സ്കോർ ബോർഡിൽ 5.3 ഓവർ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് 90-5. തീർച്ചയായും അതൊരു സിംഗിൾ റൺസിൽ അവസാനിക്കുന്നു. കാര്യം ഏതൊരു ടീമും അവസാന ഓവറുകളിൽ വലിയ സ്കോറുകൾ തീർക്കാൻ വേണ്ടി വലിയ അടികൾ അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അതൊന്നും സമ്മാനിക്കാതെ വൈറ്റ് ബോളുകൾ എറിഞ്ഞാൽ കൂടിയും സിംഗിൾ റൺസ് മാത്രം സമ്മാനിച്ചുകൊണ്ടൊരു യുവ കായിക താരം അൻസിലിന്റെ മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോ ബോൾ. അവസാന ഓവറുകളിൽ നോ ബോളുകൾ ഫ്രീ ഹിറ്റ് ചാൻസിലേക്ക് പോകും. തീർച്ചയായും ഒരു വലിയ വില കൊടുക്കേണ്ടി വരും ഗോൾഡൻ ഈഗിളിന്റെ ഒരു ബോൾ.
വളരെ മനോഹരമായ രീതിയിൽ ആ ഒരു ഫ്രീ ഹിറ്റ് ചാൻസ്, ഒരു റണ്ണൌട്ടാക്കി മാറ്റ ചാൻസ് നിൽക്കുന്നു, നടക്കുന്നില്ല. അവസാന ഓവറിലെ 5 ബോളുകൾ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡ് 93-5. ആദ്യ ഇന്നിംഗ്സിലെ അവസാന ബോൾ മികച്ചൊരു ബൗളിംഗ് പ്രകടനം അൽ അൻസിൽ. ഡോട്ട് ബോൾ, തീർച്ചയായും മികച്ചൊരു എയിൻസിംഗ് ഡെലിവറിയിലൂടെ അൽ അൻസിൽ വളരെ മനോഹരമായ രീതിയിൽ ബൗൾ ചെയ്ത് ഇന്നിംഗ്സ് കവറപ്പ് ചെയ്യുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഗ്രീൻ 93 റൺസ്. ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാരുടെ വിജയലക്ഷ്യം നിശ്ചിത 36 ബോളുകളിൽ നിന്നും 94 റൺസ്. തെക്കൻ കേരളത്തിൽ ഏറ്റവും അധികം ക്രിക്കറ്റ് പ്രേമികൾക്ക് ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഇക്കാലത്തിൽ ഏറ്റവും കൂടുതൽ ടർഫ് ക്രിക്കറ്റ് മത്സരങ്ങൾ വന്ന് മൈതാന മത്സരങ്ങൾ വഴിമാറിയപ്പോൾ മൈതാന മത്സരങ്ങൾക്ക് മാറ്റുകൂട്ടിയ ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് മാമാങ്കമായ വെഞ്ഞാറമൂട് ഫാൽക്കൺ സാംസ്കാരിക വേദി അണിയിച്ചൊരുക്കി കോവിഡ് സമയത്ത് മാത്രം നിർത്തിവെക്കേണ്ടി വന്ന 3 വർഷങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ 5 വർഷ കാലഘട്ടമായി ഈ നാടിന് പ്രചോദനമായി മാറിയ ഒട്ടനവധി ക്രിക്കറ്റ് മാമാങ്കങ്ങളെയും ക്രിക്കറ്റ് പ്രതിഭകളെയും സമ്മാനിച്ച ഫാൽക്കൺ സാംസ്കാരിക വേദിയുടെ ഫാൽക്കൺ കപ്പ് 2025 അതിന്റെ സർവ സൗന്ദര്യങ്ങൾ ആവാഹിച്ച് പുരോഗമിക്കുമ്പോൾ ആദ്യ ദിവസത്തിലെ 6ാമത്തെ മത്സരം വളരെ മനോഹരമായ രീതിയിൽ പുരോഗമിക്കുമ്പോൾ വിജയലക്ഷ്യം 94 റൺസുമായി ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ 2ാം ഇന്നിംഗ്സിലേക്ക് കടക്കുന്നു. ഈ മത്സരത്തിന് 1ാം സമ്മാനം സ്പോൺസർ ചെയ്തുകൊണ്ട് അലിഫ് എന്റർപ്രൈസസ്, ഈ മത്സരത്തിന്റെ 2ാം സമ്മാനം ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തുകൊണ്ട് അൽ സഫാജ് ഹോട്ടൽ കീഴായിക്കോണം, 3ഉം 4ഉം സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ട് അംജാസ് തേമ്പക്കല, 5ാം സമ്മാനം ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തുകൊണ്ട് ബിനു കീഴുവില്ലം ഹോളോ ബ്രിഡ്ജ് കീഴായിക്കോണം, 6ാം സമ്മാനം സ്പോൺസർ ചെയ്തുകൊണ്ട് മാഫിയ മോട്ടോഴ്സ്, 7ാം സമ്മാനം സ്പോൺസർ ചെയ്തുകൊണ്ട് സലീം തേമ്പാമ്പൂട്, 8ാം സമ്മാനം സ്പോൺസർ ചെയ്തുകൊണ്ട് റിസാൻ റിയാസ് മണലിമുക്ക്. 2ാം ഇന്നിംഗ്സ് പുരോഗമിക്കുന്നു. മികച്ച ഡെലിവറി ആദ്യ ബോൾ തന്നെ, ആദ്യ ബോളിൽ ഏറ്റവും മികച്ച പ്ലെയറിനെ തിരിച്ചു മടക്കിക്കൊണ്ടതാ ഗ്രീൻ വാരിയേഴ്സ് മറുപടി പറയുന്നു. തൗസിഫ് എന്ന ഓൾറൗണ്ടറെ ആദ്യ ബോളിൽ തിരിച്ചു മടക്കിക്കൊണ്ട് ഗ്രീൻ വാരിയേഴ്സിന്റെ പോരാട്ട വീര്യം തിരിച്ചു കാണിക്കുന്ന ഒരു മത്സരത്തിലേക്ക് 2ാം ഇന്നിംഗ്സിന്റെ ആദ്യ ബോൾ. ഫസ്റ്റ് ഓൺ പൊസിഷനിലേക്ക് ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന്റെ എക്കാലവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഷെഫീഖ് എന്ന ഇടംകയ്യൻ ബാറ്റർ സ്ട്രൈക്ക് എൻഡിലേക്ക് എത്തുന്നു. തെക്കൻ കേരളത്തിൽ ഒരു വേഴവട്ട കാലമൊക്കെയും ടെന്നീസ് ബോൾ ക്രിക്കറ്റിന്റെ ഇതിഹാസമായി മാറിയ ഇടംകയ്യൻ ബാറ്റർ നെടുമങ്ങാടിന്റെ ചുള്ളിമാനൂരിന്റെ ഷെഫീഖ് സ്ട്രൈക്ക് എൻഡിലേക്ക്. ഒരു ഹിറ്റ് വിക്കറ്റിനോടുകൂടി ഷെഫീഖ് തിരിച്ചു മടങ്ങുന്നു. തീർച്ചയായും ക്രിക്കറ്റ് പ്രേമികൾക്ക് എപ്പോഴും ഓർമ്മിക്കുവാൻ പറ്റുന്ന ഒരു ടീം ഗോൾഡൻ ഈഗിൾസ്. ആ ടീമിന്റെ നെടും തൂണാണ് ഷെഫീഖും തൗസിഫും എന്ന് പറയുന്ന താരങ്ങളൊക്കെ. ഇപ്പോൾ 2ാം വിക്കറ്റിൽ ഷെഫീഖ് തിരിച്ചു മടങ്ങുന്നു, 1ാം ബോളിൽ തൗസിഫ് തിരിച്ചു മടങ്ങും. തീർച്ചയായും ഒരു ഫാൾ ഓഫ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു വിക്കറ്റ് വീഴ്ചയാണ് ഇപ്പോൾ ഗോൾഡൻ ഈഗിൾസിന്. നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്താൽ മാത്രമേ 94 റൺസ് എന്നൊരു വിജയലക്ഷ്യം ആ ഒരു കടമ്പ താണ്ടി ഈ മത്സരം വിജയിക്കുവാൻ ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന് സാധിക്കത്തുള്ളൂ. ന്യൂ ബാറ്റ്സ്മാൻ രാഹുൽ. മൂന്നാം ബോളിൽ ഒരു സിംഗിൾ റൺ സ്കോർ ചെയ്യുന്നു.
അത് 2 ബോളുകളിലും 2 മികച്ച ബാറ്റ്സ്മാൻമാർ പുറത്താകുമ്പോൾ തീർച്ചയായും ഗ്രീൻ വാരിയേഴ്സിന് അഭിമാനിക്കാൻ പറ്റുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങളും മുഹൂർത്തങ്ങളുമാണ് ഈ മത്സരത്തിൻ്റെ 2ാം ഇന്നിങ്സിലെ ആദ്യ ഓവറിൽ കിട്ടിയിട്ടുള്ളത്. നിശ്ചിത 33 ബോളുകളിൽ നിന്നും 93 റൺസാണ് ഗോൾഡൻ ഈഗിൾസിന്റെ വിജയലക്ഷ്യം. മികച്ചൊരു ഷോട്ടിന് ശ്രമം ഷഫീഖ്. ആദ്യ മത്സരത്തിന്റെ ഗോൾഡൻ ഈഗിൾസ് വിജയിച്ചപ്പോൾ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട താരമാണ് ഷഫീഖ്. ഷഫീഖിന്റെ മികച്ചൊരു ഷോട്ടിന് ശ്രമം. ഒരു മികച്ച ഷോട്ട് ഉയർത്തി അടിച്ചുകൊണ്ട് അത് വിക്കറ്റിലേക്ക് പോകുന്നു. ഗോൾഡൻ ഈഗിൾസിന് തുടർച്ചയായ 3ാമത് വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു. ആദ്യ ഓവറിലെ 4 ബോളുകൾ പിന്നിടുമ്പോൾ 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്നു ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ. മമ്മൂന്റെ മികച്ചൊരു വിക്കറ്റ് സ്വന്തമാക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ 3 വിക്കറ്റുകൾ നഷ്ടത്തിൽ 1 റൺസ്. ഈ മത്സരത്തിന്റെ മാൻ ഓഫ് ദ ടൂർണമെന്റ് സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് നവാസ് മഞ്ഞക്കിളി. ബെസ്റ്റ് ബൗളർ പുരസ്കാരം സ്പോൺസർ ചെയ്യുന്നത് റോയൽ ജിം വെഞ്ഞാറമൂട്. വെടിമരി മികച്ച ഷോട്ടിന് ശ്രമം. അതൊരു സിംഗിൾ റൺസിൽ അവസാനിക്കുമ്പോൾ ഗോൾഡൻ ഈഗിൾസിന്റെ സ്കോർ ബോർഡിൽ 2 റൺസുകൾ 3 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. എക്കാലവും ഗോൾഡൻ ഈഗിൾസിന്റെ മിഡിൽ ഓർഡറിന്റെ കരുത്തുറ്റ ബാറ്റ്സ്മാൻ മമ്മു ഓൺ സ്ട്രൈക്ക്. മമ്മുവിന്റെ വിക്കറ്റ് കൂടി നഷ്ടപ്പെടുത്തുന്നു. തുടർച്ചയായി ബാക്ക് ടു ബാക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു ഗോൾഡൻ ഈഗിൾസിന്. ആദ്യം തൗസിഫും പിന്നെ ഷഫീഖും ഇപ്പോൾ മമ്മുവും നഷ്ടമാകുന്നു. 4 വിക്കറ്റുകൾ 2 റൺസുകൾ മാത്രം സ്കോർ ബോർഡിൽ ചേരുമ്പോൾ 2ാമത്തെ ഓവറിൽ ഗോൾഡൻ ഈഗിൾസിന് 4 മുൻനിര ബാറ്റ്സ്മാൻമാർ തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ച. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മത്സരം തിരിച്ചുപിടിക്കുവാൻ കഴിവുള്ള തെക്കൻ കേരളത്തിൽ ഒട്ടനവധി മത്സരങ്ങളിൽ പങ്കെടുത്ത ടീം ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ. മികച്ച ബൗളിംഗ് പ്രകടനമാണ് രാഹുൽ കാഴ്ചവെച്ചുകൊണ്ട്. വിച്ചു ഹാർട്രിക്കിന്റെ മികച്ചൊരു ബൗളിംഗ് പ്രകടനം. വിച്ചു ഹാർട്രിക്കിന്റെ ആദ്യ 3 ബോളുകൾ പിന്നിടുമ്പോൾ വീണ്ടും ഒരു ഡോട്ട് ബോൾ ഡെലിവറി, വൈഡ് റൺസ്. ഒന്നേ 3 ഓവറുകൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഈഗിൾസ് 4-4. ഒരു മികച്ച ഷോട്ട്. ഇന്നിംഗ്സിലെ ആദ്യ 6 റൺസ്. ഇന്നിംഗ്സിലെ 1.4 ബോളുകൾ പിന്നിടുമ്പോൾ ആദ്യമായി
ഒരു ബോൾ ബൗണ്ടറിയിലേക്ക് കടക്കുന്നു. അതൊരു 6 റൺസിൽ അവസാനിക്കുമ്പോൾ ഗോൾഡൻ ഈഗിൾസിന്റെ സ്കോർ ബോർഡ് 10-4, 1.4 ഓവർ. ഒരു മികച്ച ഷോട്ട്, ബോൾ ഫീൽഡറുടെ കൈകളിൽ കിട്ടാതെ വീണ്ടും അത് സേവ് ആവുന്നു. 2 ഓവറുകൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ 11-4. അവശേഷിക്കുന്ന 24 ബോളുകളിൽ നിന്നും 83 എന്ന വിജയലക്ഷ്യം. ശരാശരി ഒരു ഓവറിൽ 20.75 എന്ന റൺസ് സ്കോർ ചെയ്താൽ മാത്രമേ ഈ മത്സരത്തിൽ ഗോൾഡൻ ഈഗിൾസിന് വിജയിക്കുവാൻ കഴിയുള്ളൂ. ന്യൂ ബോളർ അഭിജിത്ത്. അഭിജിത്തിന്റെ ആദ്യ ബോൾ അടിച്ചുയർത്താനുള്ള ശ്രമം വിക്കറ്റിൽ കലാശിക്കുന്നു. 5ാമത് വിക്കറ്റ് കൂടി ഗോൾഡൻ ഈഗിൾസിന് നഷ്ടമാകുന്നു. 5ാമത് വിക്കറ്റ് കൂടി നഷ്ടമാകുമ്പോൾ സ്കോർ ബോർഡിൽ 11-5 ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ നെടുമങ്ങാട്. നിശ്ചിത 23 ബോളുകളിൽ നിന്നും 83 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഗോൾഡൻ ഈഗിൾസിനെ കാത്തിരിക്കുന്നത്. വീണ്ടും ഒരു മികച്ച ഡെലിവറി. ഡോട്ട് ബോൾ കലാശിക്കുമ്പോൾ സ്കോർ ബോർഡ് 2 ഓവറുകൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഈഗിൾസ് 11-5. സ്ട്രൈക്കിൽ രാഹുൽ. മികച്ച ബോളുകൾ കാഴ്ചവെച്ചുകൊണ്ട് അഭിജിത്ത് മുന്നേറുന്നു. അഭിജിത്തിന്റെ മികച്ചൊരു ബൗളിംഗ് ഡെലിവറി ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ബാറ്റ്സ്മാന് ബോൾ ഒരിക്കൽ പോലും സിക്സർ പടത്താൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ബോളിനെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു അഭിജിത്ത്. വീണ്ടും ഒരു മികച്ച ഇന്റർനാഷണൽ ബൗളിംഗ് പ്രകടനം അഭിജിത്തിന്റെ ഭാഗത്തു നിന്ന് മാറുമ്പോഴേക്കും എറിഞ്ഞ 4 ബോളുകളിൽ നിന്നും 1 റൺസ് പോലും വിട്ടുകൊടുക്കാതെ അഭിജിത്ത് ഒരു എക്സ്ട്രാ റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അഭിജിത്തിന്റെ മികച്ചൊരു ബൗളിംഗ് പ്രകടനം 2.4 ഓവർ പിന്നിടുന്നു. വീണ്ടും ഒരു സിംഗിൾ റൺസ്. തീർച്ചയായും മത്സരം ഒരു ഏകപക്ഷീയമായ രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച. 3 ഓവറുകൾ പിന്നിടുമ്പോൾ 13 റൺസ്, 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഗോൾഡൻ ഈഗിൾസ് 13 റൺസ്. നിശ്ചിത 18 ബോളുകൾ ബാക്കി നിൽക്കെ 81 റൺസ് എന്ന ഭീമമായ ഒരു വിജയലക്ഷ്യമാണ് ഇനി ഗോൾഡൻ ഈഗിൾസിന്റെ മുന്നിലുള്ളത്. കൂറ്റനടികൾ മാത്രം പടുത്തുയർത്തിയാൽ മാത്രമാണ് ഗോൾഡൻ ഈഗിൾസിന് ഈ മത്സരം വിജയിക്കുവാൻ കഴിയുള്ളൂ. ഇടംകയ്യൻ ബോളർ വിജിന്റെ ആദ്യ ബോൾ അതിർത്തി കടത്തിക്കൊണ്ട് അൽ അൻസിലിന്റെ ഒരു മികച്ച ഷോട്ട് സിക്സർ കലാശിക്കുമ്പോൾ ആശ്വാസം പകരുന്നു ഗോൾഡൻ ഈഗിൾസിന്. ആശ്വാസം പകരുന്നു 19-5 ഗോൾഡൻ ഈഗിൾ.
വീണ്ടും ഒരു മികച്ച ഷോട്ട്, വീണ്ടും ഒരു മികച്ച ഷോട്ട്. തീർച്ചയായും ഒരു യങ് ടാലന്റഡ് പ്ലെയർ ആണ് അൽ അൻസിൽ. ബോൾ കൊണ്ട് ലാസ്റ്റ് ഓവറിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇപ്പോൾ ബാറ്റ് കൊണ്ട് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു അൽ അൻസിൽ. വീണ്ടും മികച്ച ഷോട്ട്, തുടർച്ചയായി ബാക്ക് ടു ബാക്ക് സിക്സറുകൾ പായിക്കൊണ്ട് അൻസിലിന്റെ ഒരു രക്ഷാപ്രവർത്തനം ഗോൾഡൻ ഈഗിൾസിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തന ഘട്ടത്തിലേക്ക് കടക്കുന്നു അൽ അൻസിൽ. നേരിട്ട 5 ബോളുകളിൽ നിന്നും 20 റൺസുമായി ഓൾ റൗണ്ടർ ബാറ്റ്സ്മാൻ അൻസിൽ. വൈറ്റ് ബോൾ. .3 ഓവർ പിന്നിടുമ്പോൾ 33-5. വീണ്ടും ഒരു സിംഗിൾ റൺസ്. തീർച്ചയായും ഇനി മത്സരം വിജയിപ്പിക്കാൻ വേണ്ടി അൻസിൽ തൊടുത്തുവിട്ട ആ ഷോട്ടുകൾ വീണ്ടും ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ചുള്ളിമാനൂർ ഈ ഗോൾഡൻ ഈഗിളിന് വിജയിക്കാൻ കഴിയും. 14 ബോളുകൾ 60 റൺസാണ് വിജയലക്ഷ്യം. ഒരു മികച്ച ഷോട്ടിന്റെ ശ്രമം, അതൊരു വൈറ്റ് ബോളാണ്. അൻസിൽ 5 ബോളുകളിൽ 20 റൺസുമായി സ്ട്രൈക്ക് എൻഡിലുണ്ട്. പേടിക്കേണ്ടതായിട്ടുണ്ട്, ഗ്രീൻ വാരിയേഴ്സ് പേടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ് അൻസിൽ എന്ന് പറയുന്ന പ്രായക്കാരനായ ചെറുപ്പക്കാരൻ. ബൗൾ കൊണ്ട് അവസാന ഓവർ മികച്ചൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഇപ്പോൾ ഇതാ ബാറ്റ് കൊണ്ട് മികച്ചൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന അൻസിലാണ് അവസാന കച്ചിത്തുരുമ്പ് ഗോൾഡൻ ഈഗിൾസിന്റെ. എനിക്ക് തോന്നുന്നു തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ബൗളർ വിജിൻ VS അൻസിലിനെ കണ്ട് പേടിച്ചിട്ടുണ്ടാവും. കാരണം മികച്ച ഷോട്ടുകളാണ് അവസാന ഓവറുകളിൽ അൻസിൽ പുറത്തെടുത്തത്. അൻസിലിൻ്റെ കഴിവ് അപാരം എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലാണ്. ഒരു ഗ്രൗണ്ട് ഷോട്ടിന് ശ്രമം ഒരു സിംഗിൾ റൺസിൽ കലാശിക്കുമ്പോൾ സ്കോർ ബോർഡിൽ 3.5 ഓവർ പിന്നിടുമ്പോൾ ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ നെടുമ്പങ്ങാട് 37-5. വീണ്ടും ഒരു സിംഗിൾ റൺസ്. ലാസ്റ്റ് 12 ബോളുകൾ ബാക്കി നിൽക്കുന്നു. വിജയലക്ഷ്യം 56 റൺസ്. ശരാശരി ഒരു ഓവറിൽ 28 റൺസ് എന്ന ഒരു വലിയ മാർജിനാണ് ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന്റെ വിജയലക്ഷ്യം. അൻസിൽ എന്ന് പറയുന്ന ഒരു ഓൾ റൗണ്ടർ ബാറ്റ്സ്മാൻ ഇപ്പോൾ നോൺ സ്ട്രൈക്ക് എൻഡിലുണ്ട്. തീർച്ചയായും അൻസിലിന് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ ഓവറിൽ 3 വിക്കറ്റ് സ്വന്തമാക്കിയ ലാൽകൃഷ്ണ തിരിച്ചു വരുന്നു. ആദ്യ ബോള് ബിറ്റനായി തുടങ്ങുന്നു ലാൽകൃഷ്ണ. അൻസിൽ ഔട്ടായിരിക്കുന്നു. തീർച്ചയായും അൻസിൽ പുറത്തായിരിക്കുന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നു. ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന്റെ അവസാന ശ്വാസവും നിലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഗ്രൗണ്ട് കാണുന്നത്. ഒരു ഏകപക്ഷീയമായി മുന്നേറിക്കൊണ്ടിരുന്ന മത്സരത്തെ തട്ടകത്തിലേക്ക് തിരിച്ചു പിടിച്ച ഒരു ബാറ്റ്സ്മാൻ അൻസിൽ എന്ന് പറയുന്ന യുവ ഓൾറൗണ്ടർ ബാറ്റർ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു. ഇനി ഗോൾഡൻ ഈഗിൾസിന് ആരാണ് ഗോൾഡൻ ഈഗിൾസിന്റെ ഈ ഒരു രഥം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയേണ്ടതായിട്ടുണ്ട്. പുതിയ ബാറ്റ്സ്മാൻ ജിതിൻ ഷാ ഓൺ ദ സ്ട്രൈക്ക്.
ആദ്യ ബോളിൽ രഥം നയിക്കുവാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രഥം എന്റെ കൈകളിൽ ഭദ്രമാകും എന്ന് പറഞ്ഞുകൊണ്ട് 10 ബോളുകളിൽ 50 റൺസ് വേണം എന്ന സാഹചര്യത്തിൽ ആദ്യ ബോള് സിക്സർ പറത്തിക്കൊണ്ട് ജിതിൻ ഷാ വൈറ്റ് ബോൾ 1 റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് ചേരുമ്പോൾ ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂരിന്റെ സ്കോർ ബോർഡ് 45-ന് 6, 10 ബോളുകൾ 49 റൺസ് വിജയലക്ഷ്യം. വെടുമൊരു മികച്ച ഷോട്ടിന് ശ്രമം, അത് ഫീൽഡറുടെ കൈകളിൽ ഭദ്രമായി. 1 റൺസ് കൂടി ഗോൾഡൻ ഈഗിൾസിന്റെ സ്കോർ ബോർഡിൽ ചേരുന്നു. 46-ന് 6 ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ നെടുമങ്ങാട്. റൺസ് 50 റൺസിലേക്ക് കടന്നിരിക്കുന്നു ഗോൾഡൻ ഈഗിൾസിന്റെ സ്കോർ ബോർഡ്. 8 ബോളുകൾ ബാക്കി നിൽക്കെ 44 റൺസ്. വീണ്ടും വൈഡ് റൺസ്. എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്ട്രാസ് പോയൊരു മാച്ചാണിത് അല്ലേ? ഏറ്റവും അധികം എക്സ്ട്രാസ് റൺസ് വഴങ്ങിയൊരു മത്സരം കൂടിയാണ് രണ്ടാം ഇന്നിങ്സിലെ മത്സരം. ഏകദേശം വീണ്ടും ഒരു സിംഗിൾ റൺസ്. ഏഴ് ബാളുകൾ മാത്രം ബാക്കി നിൽക്കെ 41 റൺസ് എന്ന വിജയലക്ഷ്യം. മികച്ചൊരു ഡെലിവറി. അഞ്ചാമത്തെ ഓവറിൽ പൂർത്തിയാകുമ്പോൾ 8 എക്സ്ട്രയാണ് ഇപ്പോൾ ഈ ഒരു ഇന്നിങ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി 6 ബോളുകളിൽ നിന്ന് വിജയലക്ഷ്യം 41 റൺസ്. ഗ്രീൻ വാരിയേഴ്സിന്റെ ക്യാപ്റ്റൻ വിഷ്ണു ആണ് ലാസ്റ്റ് ഓവർ ബൗൾ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ആദ്യ ബോളിൽ ഒരു 6 റൺസ് പിറന്നിരിക്കുന്നു. ഇനി 5 ബോളുകൾ വിജയലക്ഷ്യം 35 റൺസ്. വിഷ്ണുവിന്റെ ആദ്യ ബോൾ 6 റൺസിലേക്ക് ഗോൾഡൻ ഈഗിൾസിന്റെ ബാറ്റ്സ്മാൻ രാഹുൽ ഈഗിൾ കടത്തിയപ്പോൾ ഇനി 5 ബോളുകൾ 35 റൺസ് വിജയലക്ഷ്യം ഗോൾഡൻ ഈഗിൾസ്. സിംഗിൾ റൺസ്. തീർച്ചയായും രണ്ടാം ഇന്നിംഗ്സ് ഒരു ഏകപക്ഷീയമായ രീതിയിലാണ് ഗ്രീൻ വാരിയേഴ്സ് ഈ മത്സരത്തെ നോക്കിക്കണ്ടത്. ആദ്യ ഓവറിൽ തന്നെ ഗോൾഡൻ ഈഗിൾസിന്റെ മുൻനിര ബാറ്റ്സ്മാൻമാരായ തൗസിഫിനെയും ഷഫീഖിനെയും മടക്കി അയച്ചുകൊണ്ട് മത്സരം തങ്ങളുടെ കൈപ്പിടിയിലേക്ക് ഭദ്രമായി ഒതുക്കിക്കൊണ്ട് രണ്ടാം ഇന്നിംഗ്സിന്റെ സർവ്വ സൗന്ദര്യവും തങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടാം ഇന്നിംഗ്സ് സ്റ്റാർട്ട് ചെയ്ത ഗ്രീൻ വാരിയേഴ്സ് അവസാന ഓവറിലേക്ക് ഇതാ കടന്നിരിക്കുന്നു. ആശ്വാസജനകമായ ഒരു 6 റൺസ് കൂടി ഗോൾഡൻ ഈഗിളിന്റെ സ്കോർ ബോർഡിലേക്ക് ചേരുമ്പോൾ 5.4 ഓവർ പിന്നിടുമ്പോൾ 67-ന് 6 ഗോൾഡൻ ഈഗിൾസ് ചുള്ളിമാനൂർ. മികച്ച ഡെലിവറി, അതൊരു വിക്കറ്റിൽ കലാശിക്കുന്നു. ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ കൂടി തിരിച്ചു മടങ്ങുന്ന കാഴ്ച ഗോൾഡൻ ഈഗിൾസിന്. ലാസ്റ്റ് ബാറ്റർ 1 ബോൾ 27 റൺസ്. ലാസ്റ്റ് സ്ട്രൈക്ക് ബാറ്റർ സുബി. സുബിയുടെ
ഒരു ഫിനിഷിംഗ് ആണ് മത്സരം കണ്ട കാര്യം. തീർച്ചയായും തോറ്റ മത്സരം ആണെങ്കിൽ കൂടിയും ഗ്രീൻ ടീമിന്റെ ക്യാപ്റ്റൻ വിഷ്ണു ഗണേഷ് മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്യുക. ഈ മത്സരത്തിലെ കളിയിലെ ക്യാമൻ ആദ്യ ഓവറിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ടീമിന് മുന്നേറുവാൻ ആശ്വാസം പകർന്ന ലാൽ കൃഷ്ണ